എടാ നീ പോണില്ലേ? എങ്ങോട്ട്? തിയേറ്ററിൽ. എന്തിന്? നീ എങ്ങാട്ട് വേണമെങ്കിലും പോയിക്കോ, പക്ഷെ നല്ല ഫ്യൂച്ചറിസ്റ്റിക് കേരളം കാണണമെങ്കിൽ നേരെ വിട്ടോ തിയേറ്ററിലോട്ട്. മസ്തിഷ്കം വരണം. നല്ല അടിപ്പം പടമാണ്, നല്ല ഗുഡ് തിയേറ്റർ എക്സ്പീരിയൻസ്, ഒരു വെറൈറ്റി സാധനം തന്നെയാ. ഏത് നമ്മുടെ രജീഷ വിജയന്റെ ഡാൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ സീനായ മറ്റേ പഴയ 2 പടം ഉണ്ടല്ലോ, പുരുഷപ്രേതവും അതേപോലെ ആവ്യാസ വ്യൂഹവും ഒക്കെ ചെയ്ത കൃഷാന്തിന്റെ പടം. ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കൃഷാന്തിന്റെ മേക്കിംഗ് എന്റെ മോനെ വേറെ ലെവൽ സാധനം. നമുക്കില്ലേ നല്ല വൈബായിട്ട് വന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ മൂഡാണ്. എക്സ്പെരിമെന്റിൽ സാധനം, ഒരു ഒന്നാം തരം എക്സ്പെരിമെന്റിൽ നല്ല റിയലി കളർഫുൾ സാധനമാണ്. ആക്ടിങ് എന്നൊക്കെ പറഞ്ഞില്ലേ വേറെ ലെവല്. എല്ലാവരും നല്ല അടിപ്പൻ രീതിയിൽ ചെയ്തു വെച്ചത്. പിന്നെ സിനിമയിൽ കുറച്ച് 18+ ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിനക്കെന്തായാലും ഇഷ്ടപ്പെടും. നീ സൈബർ പങ്ക് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ഏകദേശം അതുപോലത്തെ ഒരു സ്റ്റൈലാണ്. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെയോ? ഈ സൗണ്ടും മ്യൂസിക്കും എഡിറ്റിംഗും ഒക്കെ എല്ലാം ഒന്നിനൊന്ന് വെച്ചം. നല്ല കിടിലൻ മ്യൂസിക്, സൗണ്ട്, എഡിറ്റിംഗ്, വിഷ്വലൊക്കെ ഇല്ലേ തെറിച്ചിരിക്കണേ. അമ്മാതിരി പൊളിയാ ചെയ്ത് വെച്ചേക്കണേ. ജഗദീഷ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് പോലീസുകാരനായിട്ടാണ് ഈ സിനിമയിൽ വന്നേക്കണത്. നല്ല കിടിലനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രജിഷ വിജയൻ, മണിയമ്പിള്ള രാജുവിന്റെ മോൻ ഏത് നീരജ്, ദിവ്യപ്രഭ അടിപൊളിയാക്കി വെച്ചേക്കണേ. നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് പടം. എടാ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്, നിനക്കും ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നണത്. മലയാളത്തിൽ വന്നേക്കണ ഒരു നല്ലൊരു രീതിക്കുള്ള ഒരു സയൻസ് ഫിക്ഷൻ മൂവി, അത്രേ ഉള്ളൂ. ബാക്കി നീ കണ്ടിട്ട് പറ. അങ്ങനെയാണെങ്കിൽ ലോകയിലെ പോലെ തിരക്കാവുന്നതിന് മുമ്പ് ഞാൻ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. പോയിട്ടുമ്പോ ചെല്ല് വിട്ടോ